എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. എൻ്റെ വീഡിയോകൾ കാണുന്നവരൊക്കെ എവിടേക്കോ പോയിരിക്കണമെന്നൊന്നും എനിക്കറിയില്ല. വളരെ കുറവാണ് വീഡിയോകൾ കാണുന്നത്. ലൈക്ക് ചെയ്യണവരും എല്ലാവരും എവിടേക്ക് പോയാവോ അറിയില്ല. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമാവാസിയെ കുറിച്ച് തർക്കങ്ങളാണ്. 3-ാം തീയതി ആണെന്നും 4-ാം തീയതി ആണെന്നും. അപ്പോൾ ഈ കലണ്ടർ മാത്രം നോക്കി ജീവിക്കുന്നവർ നെട്ടോട്ടം ഓടുകയാണ്. അപ്പോൾ അവർക്ക് ഒരിക്കലും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് അന്വേഷിച്ച് ഓടുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ കാണുന്നവരിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കതൊരു ഉപകാരമാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ ആ ബെല്ല് ബട്ടൺ ചുവന്ന ബട്ടണൊക്കെ ഒന്ന് അമർത്തിക്കൊണ്ട് വീഡിയോകൾ കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. രാമൻ സീതയെ തേടി നടന്നേ, താമരച്ചേലുള്ള ജാനകി വഴി പോകുന്നതാരാനും കണ്ടു. ഇന്നത്തെ വീഡിയോയിലെ വിഷയം, ചിലവർ പറയുന്നു 3-ാം തീയതിയാണ് ബലികർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ചിലവർ പറയുന്നു 4-ാം തീയതിയാണ്. കലണ്ടറിലെ അമാവാസി 4-ാം തീയതി ഞായറാഴ്ചയാണ് കൊടുത്തിരിക്കുന്നത്. ശനിയാഴ്ച അമാവാസിനെ കുറിച്ച് സൂചന ഒന്നും കലണ്ടറിലില്ല. അപ്പോൾ ഈ കലണ്ടറുകാർ ഇങ്ങനെ തുടങ്ങി എന്ത് ചെയ്യും? ഈ കലണ്ടർ മാത്രം നോക്കി കാര്യങ്ങൾ നോക്കുന്നവർക്കൊക്കെ അത് ബുദ്ധിമുട്ടല്ലേ വരിക. അപ്പോൾ പലവരും എന്നോട് തന്നെ പലവരും ചോദിച്ചു ഏതാ എങ്ങനെ വേണ്ടിയത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ശനിയാഴ്ച 3-ാം തീയതി നിങ്ങൾ ബലിതർപ്പണം ചെയ്തോളൂ, അന്നും അമാവാസി തന്നെയാണ്. 4-ാം തീയതി ഞായറാഴ്ച നിങ്ങൾക്ക് ബലിതർപ്പണം ചെയ്യാം, അന്നും അമാവാസി ഉണ്ട്. അപ്പം ചില സമയങ്ങളിൽ വെച്ച് ഇത് ചേഞ്ച് ആകുമെന്ന് മാത്രമേ ഉള്ളൂ, ചില സമയങ്ങളിൽ മാത്രം. അപ്പോൾ ബലികർമ്മങ്ങൾക്ക് ഒരു തടസ്സമല്ല. എന്നാൽ വിഷ്ണുമായിക്കൊക്കെ കലശ അമാവാസിക്ക് നടത്തുന്നത് തീർച്ചയായിട്ടും 3-ാം തീയതി ശനിയാഴ്ച രാത്രി തന്നെ നടത്തണം. രാത്രിയിൽ അമാവാസി പൂർണ്ണമായിട്ട് 3-ാം തീയതിയാണുള്ളത്. 4-ാം തീയതി വൈകിട്ട് അമാവാസി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഒന്നുകൊണ്ട് ആരും സംശയിക്കേണ്ട. 3-ാം തീയതി ശനിയാഴ്ച പോകാൻ കഴിയുന്നവർ 3-ാം തീയതി പോയിക്കോളൂ, 4-ാം തീയതി പോകാൻ കഴിയുന്നവർ 4-ാം തീയതി പോയിക്കോളൂ. 2 ദിവസം ബലിതർപ്പണം ചെയ്യാം. 2 ദിവസം ചെയ്യുന്ന ഇടങ്ങളും ഉണ്ട്. ചിലയിടത്തില്ല, ചിലയിടത്തുണ്ട്. അത് അന്വേഷിക്കുക. പിന്നെ ഞങ്ങൾ 3-ാം തീയതി ഞങ്ങൾ ബലിയിട്ടത് അമാവാസിക്ക്. നിങ്ങൾ ഇന്നലെ പോയിട്ട് 4-ാം തീയതി അമാവാസി ഇല്ല എന്നൊന്നും ആരും തർക്കിക്കണ്ട. 2 ദിവസം അമാവാസി ഉണ്ട് കേട്ടോ, നിങ്ങളുടെ ഒഴിവ് പോലെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ വഴിയാക്കല്ലേ നദികളിലേക്കും പുഴകളിലേക്കും ഒന്നും പോകാൻ നിൽക്കണ്ട. കാരണം നമ്മുടെ അന്തരീക്ഷം അതാണ്. അപ്പോൾ അടുത്തുള്ള ക്ഷേത്രങ്ങളൊക്കെ ബലി ചെയ്യണമെങ്കിൽ ചെയ്യാം. മനസ്സിലായിട്ടുണ്ടോ? വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വീടുകളിൽ ചെയ്യുക. അപകടങ്ങളിൽ നമ്മൾ പോയി വീഴും. പ്രകൃതി നിയമം നമ്മളെ സൂചനകൾ തരുന്നുണ്ട്. അവരുടെ ആപത്തുകളും ഹൃദയം പൊട്ടിയിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയും ആപത്തുകളിലേക്ക് ആരും പോകാതിരിക്കുക. മനസ്സിലായിട്ടുണ്ടോ? നദിയിലും പുഴയിലൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കുക. അത്രേ എനിക്ക് നിങ്ങളോട് പറയുള്ള. അടുത്തുള്ള ക്ഷേത്രങ്ങളൊക്കെ ബലിതർപ്പണം ഉണ്ടെങ്കിൽ അവിടെ അങ്ങോട്ട് ചെയ്തോളൂ. ഇപ്പോൾ കൊറോണ വന്ന കാലത്ത് നമ്മളെത്രയോ കാര്യങ്ങൾ ചുരുക്കി 5 നേരത്തെ പൂജയിൽ 1 നേരത്തെ പൂജയ്ക്ക് ആക്കി മാറ്റിയില്ലേ? ദർശനത്തിന് തൊഴാൻ പോകാൻ സാധിക്കാൻ പറ്റാതെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ അടയ്ക്കപ്പെട്ടില്ലേ ഇല്ലേ? അപ്പോൾ പ്രകൃതി ഇങ്ങനെ ഓരോ തരത്തിൽ കൂടെ മാറിയിരിക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ ആപത്താണ്. സൂക്ഷിക്കുക. അപ്പോൾ അതുകൊണ്ട് ആരും സംശയിക്കേണ്ട. 3-ാം തീയതി ശനിയാഴ്ചയും 4-ാം തീയതി ഞായറാഴ്ചയും നിങ്ങൾ ബലിതർപ്പണം നടത്തിയോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കും.